ജനങ്ങൾക്കിടയിൽ സി പി എമ്മിന്റെ നഷ്ടപ്പെട്ട പ്രതിച്ഛായ തിരിച്ചുപിടിക്കാൻ പുതിയ പദ്ധതിയുമായിട്ട് സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ വന്നിരിക്കുകയാണ്. പുതുവഴികൾ എന്നാണ് ആ മാർഗത്തിന്റെ പേര്. അതായത് ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ് അത്. സി പി എം തിരുത്തണം അല്ലെങ്കിൽ എവിടെ തിരുത്തണം എന്നുള്ള കാര്യങ്ങളെല്ലാം പൊതുജനങ്ങളോട് അല്ലെങ്കിൽ കേരളത്തിലെ പൊതുജനങ്ങളോട് ചോദിക്കുന്ന അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി ഏർപ്പെടുത്തിയ പുതിയ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് അല്ലെങ്കിൽ പുതിയൊരു മെയിൽ അഡ്രസ്സാണ് അദ്ദേഹം ഇന്ന് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അതിൽ ഇതുവരെ അവർ അംഗീകരിക്കാത്ത കാര്യങ്ങളെല്ലാം ജനങ്ങൾ പറഞ്ഞാൽ അത് ഇനിയും തിരുത്താൻ ഈ പാർട്ടി തയ്യാറാകുമെന്ന് തോന്നുന്നുണ്ടോ? ആഷിഖ്, ഇന്നത്തെ എം വി ഗോവിന്ദന്റെ വാർത്താ സമ്മേളനം കണ്ടു കഴിഞ്ഞാൽ ചില കാര്യങ്ങളിൽ തിരുത്തൽ, ചില കാര്യങ്ങളിൽ ഒരു വല്ലാത്ത മൗനം, ചില കാര്യങ്ങളിൽ വല്ലാത്ത ന്യായീകരണം, ഇതൊക്കെയായിരുന്നു നമ്മൾ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ കണ്ടത്. കാരണം തോൽവി സമ്മതിച്ചു. ജനങ്ങളിൽ നിന്ന് ഇത്രയും വലിയ തോൽവി ഉണ്ടാകും എന്ന് വിലയിരുത്തുന്നതിൽ CPM പരാജയപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ലെന്ന് CPM സംസ്ഥാന സമിതി വിശദമായി തോൽവി ചർച്ച ചെയ്ത സംസ്ഥാന സമിതി യോഗത്തിന് ശേഷം എം.വി. ഗോവിന്ദൻ സമ്മതിച്ചു. അതിന് പല ഘടകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നാണ് ഈ വെള്ളാപ്പള്ളി നടേശന്റെ മുസ്ലിം വിരുദ്ധ വർഗീയ പരാമർശങ്ങളെ തള്ളിക്കളയേണ്ടതായിരുന്നു എന്ന് CPM ആദ്യമായി ഇന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. കാരണം ഈ ഇലക്ഷൻ സമയത്തെല്ലാം ഈ പരാമർശങ്ങളെല്ലാം വർഗീയ പരാമർശങ്ങൾ, പല രീതിയിലുള്ള വർഗീയ പരാമർശങ്ങൾ വെള്ളാപ്പള്ളി നടത്തുമ്പോഴെല്ലാം അതിന് കൈയടിക്കുകയും അതിനൊപ്പം നിൽക്കുകയും ചെയ്യുകയും ഇത് മുസ്ലിങ്ങൾക്കെതിരല്ല, മുസ്ലിം ലീഗിനെതിരാണ് എന്നൊരു നറേറ്റീവ് ഉണ്ടാക്കാൻ മാത്രം ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPM. CPM ആ നിലപാട് തെറ്റായി പോയെന്നും ഈ വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ പരാമർശങ്ങളെ എതിർക്കേണ്ടതാണ് എന്ന് പറഞ്ഞ ഒരു തിരുത്തൽ പറഞ്ഞു. ഒന്ന്. പിന്നെ അതുപോലെ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ജയിലിലായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മുൻ MLA A. പത്മകുമാറിനെതിരെ നടപടിയെടുക്കാത്തത് തെറ്റായി പോയെന്ന് CPM സമ്മതിച്ചു. ഇങ്ങനെ ചില കാര്യങ്ങളിലെല്ലാം വീഴ്ചകൾ സമ്മതിച്ചെങ്കിലും മറ്റു ചില കാര്യങ്ങളിൽ ഒരു വല്ലാത്ത ന്യായീകരണമുണ്ട്. അതിൽ പ്രധാനമാണ് വ്യക്തി അധിഷ്ഠിതമായ വിമർശനം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വ്യാപകമായിട്ട് കേട്ടതാണ് പിണറായി വിജയന്റെ ധാർഷ്ട്യം, എം.വി. ഗോവിന്ദന്റെ, സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദന്റെ പ്രവർത്തന ശൈലി, ഇതിലെല്ലാം രൂക്ഷമായ വിമർശനങ്ങളാണ് ഈ തോൽവി പരിശോധിച്ച ഓരോ കമ്മിറ്റികളിലും ഉയർന്നത്. ഇങ്ങനെ ഒരു കാര്യം സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ ആ റിപ്പോർട്ടിൽ ആ ഭാഗം പൂർണ്ണമായി വെട്ടി. അത് തന്നെയാണ് ഇന്ന് സംസ്ഥാന സെക്രട്ടറിയും പറഞ്ഞത്. നേതൃത്വത്തിൽ ഒരു വ്യക്തി കേന്ദ്രീകൃതമായ വിമർശനമില്ല, പാർട്ടിക്ക് മൊത്തത്തിൽ ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ട്, ആ പിഴവ് തിരുത്തും, ആ പിഴവ് തിരുത്താനുള്ള വഴികളുടെ ഭാഗമായി ജനങ്ങളെ കേൾക്കും. ആദ്യം പാർട്ടിക്കാരെയും പാർട്ടി സഖാക്കളെയാണ് കേട്ടത്. അപ്പൊ സഖാക്കൾ പറഞ്ഞ പല കാര്യങ്ങളും വെട്ടി അവർക്ക് അനുകൂലമൊന്നും ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങളെ മാത്രം ഉൾപ്പെടുത്തി ഒരു വിമർശനത്തിന്റെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി അതിലെല്ലാം തിരുത്തൽ പ്രഖ്യാപിച്ചു. ഇനി ജനങ്ങളെ കേൾക്കുമെന്നാണ് പറയുന്നത്. അതിനൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു മെയിൽ ID. ഇതിലൊക്കെ ജനങ്ങൾക്ക് എന്തൊക്കെ തിരുത്തൽ CPM-ന് വരുത്തണം എന്ന് ജനങ്ങൾ പറഞ്ഞാൽ അത് തിരുത്താം എന്നാണ് ഇപ്പൊ CPM പറഞ്ഞിരിക്കുന്നത്. ജനങ്ങൾക്ക് ഒറ്റ ഒരു തിരുത്തലേ ഉണ്ടോ, അല്ലെങ്കിൽ തിരുത്തണം എന്ന് പറയുന്ന ഒരു ഒറ്റ ഒരു തിരുത്തേ ഉണ്ടാവുള്ളൂ? പാർട്ടി സെക്രട്ടറിയായ എം.വി. ഗോവിന്ദനെ നീക്കം ചെയ്യുക, പ്രതിപക്ഷ നേതാവായ പിണറായി വിജയനെ ആ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യുക. ഈ രണ്ട് മാറ്റങ്ങളെ പ്രധാനമായും പൊതുജനം ആവശ്യപ്പെടൂ. ഈ ഒരു മാറ്റം CPM ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സ്വീകരിക്കും അല്ലെങ്കിൽ അംഗീകരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഈ ആവശ്യമാണല്ലോ പാർട്ടി സഖാക്കൾ ഉന്നയിച്ചത്. കാരണം പിണറായി വിജയൻ MLA ആയി പോലും ഇരിക്കരുതെന്നും എം.വി. ഗോവിന്ദന്റെ വാർത്താ സമ്മേളനം ഒരു സിനിമാ പാട്ട് പോലെയാണെന്നും അദ്ദേഹം ആ സ്ഥാനത്ത് തുടരരുതെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുനഃസംഘടിപ്പിക്കണമെന്നും പാർട്ടി അംഗങ്ങളായ സഖാക്കൾ പറഞ്ഞിട്ട് CPM ചെയ്തിട്ടില്ല. അപ്പോഴാണ് ഇനി ജനങ്ങൾ പറഞ്ഞ ഇത് ചെയ്യുമെന്നാണോ? ഇതിപ്പോ ചില വ്യക്തികളെ സംരക്ഷിക്കുന്ന ഒരു മൊത്തത്തിൽ ഒരു തോൽവിയുണ്ട്. തോൽവിയിൽ തെറ്റ് തിരുത്താൻ ഒരുപാടുണ്ട്. ഞങ്ങളെല്ലാം തിരുത്തും, ജനങ്ങളെല്ലാം പറഞ്ഞോട്ടെ, പക്ഷെ ഞങ്ങൾക്ക് തിരുത്താൻ പറ്റുന്നതേ ഞങ്ങൾ തിരുത്തൂ. അതിൽ ഏറ്റവും വലിയ ഉദാഹരണം പറഞ്ഞുതരാം. തളിപ്പറമ്പിൽ എം.വി. ഗോവിന്ദന്റെ ഭാര്യ P.K. ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയ കാര്യം. ആ കാര്യത്തിനകത്ത് അതൊരു വീഴ്ച വന്നത് സംസ്ഥാന കമ്മിറ്റിക്കല്ല, സംസ്ഥാന നേതൃത്വത്തിനും അല്ലാതെ ജില്ലാ കമ്മിറ്റിയുടെ വീഴ്ചയെന്ന എന്ന് എം.വി. ഗോവിന്ദൻ പറഞ്ഞത് അവരുടെ തലയിലേക്ക് കെട്ടിവെച്ചു. കാരണം ഇത് സംസ്ഥാന നേതൃത്വം ഇടപെട്ടാണ്. കാരണം T.K. ഗോവിന്ദൻ അന്ന് വ്യക്തമായി പറഞ്ഞതാണ് ജില്ലാ കമ്മിറ്റികളിൽ ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ വിമർശനം ഉയർന്നു, സ്ഥാനാർത്ഥിയാക്കരുത് എന്ന നിർദ്ദേശമാണ് ജില്ലാ കമ്മിറ്റി നൽകിയതെന്ന്. എന്നിട്ടും അത് സംസ്ഥാന നേതൃത്വം ഇടപെട്ട് ശ്യാമള തന്നെ മത്സരിക്കും എന്ന തീരുമാനം എടുത്തു എന്നാണ് പറഞ്ഞാണ് T.K. ഗോവിന്ദൻ പുറത്തു വന്നത്. നമുക്ക് T.K. ഗോവിന്ദന്റെ വാക്കുകൾ അവിശ്വസിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇന്ന് സംസ്ഥാന സെക്രട്ടറി എന്താ പറഞ്ഞത്? അതടക്കമുള്ള സ്ഥാനാർത്ഥി നിർണയം നടത്തിയത് ജില്ലാ കമ്മിറ്റിയാണ്. അപ്പൊ ആ P.K. ശ്യാമളയെ, സ്വന്തം ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയതിന്റെ ഉത്തരവാദിത്വം പോലും ജില്ലാ കമ്മിറ്റി, കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ തലയിലാണ് വെച്ചു കൊടുത്തേക്കുന്നത്.
എന്നിട്ടാണ് പറയുന്നത് ഞങ്ങൾ തിരുത്തും, ഞങ്ങൾ തെറ്റ് തിരുത്തുമെന്ന്. ചില കാര്യങ്ങളിൽ മാത്രം തെറ്റ് തിരുത്തുന്നതിന്റെ ഒരു സൂചനയാണ് ഇപ്പൊ നൽകിയിരിക്കുന്നത്. അതിൽ ഇപ്പൊ ഈ വെള്ളാപ്പള്ളിക്കെതിരെ CPM നേതാക്കളും സംസാരിച്ചു തുടങ്ങി എന്നുള്ളതാണ് ഇതിൽ വന്നൊരു മാറ്റം. തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് കുറച്ച് പരാമർശങ്ങൾ എം.വി. ഗോവിന്ദൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതായത് 30 ഇടങ്ങളിൽ കോൺഗ്രസ് BJPക്ക് വേണ്ടി വോട്ട് മറിച്ചു, കോൺഗ്രസിന് ജയിക്കാനാവാത്ത സ്ഥലങ്ങളിൽ BJP വോട്ട് തിരിച്ച് കോൺഗ്രസിനെ സഹായിച്ചു എന്ന ഒരു ഡീലാരോപണവും ഈ ഒരു എം.വി. ഗോവിന്ദൻ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അല്ല, അടുത്ത പാർട്ടി എപ്പോഴും CPM എപ്പോഴും തോക്കുമ്പോൾ കോൺഗ്രസ് BJP ബന്ധം എന്ന് പറയാറാണ് പതിവ്. കാരണം ഇപ്പൊ CPM പറയുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ആരോപണം ശരിയാവണമെങ്കിൽ ഇടതുപക്ഷത്തിന്റെ സിറ്റിംഗ് സീറ്റുകളിലാണ് 3 BJP ജയിച്ചത്. നേമത്ത്, അതുപോലെ കഴക്കൂട്ടത്ത്, ചാത്തന്നൂർ, ഇത് 3 CPMന്റെ സിറ്റിംഗ് സീറ്റായിരുന്നു. അവിടെ എല്ലാം BJP ഒക്കെ തന്നെയാണ് 2ാം സ്ഥാനത്ത് വന്നത്, കോൺഗ്രസ് 3ാം സ്ഥാനത്ത് തന്നെയാണ്. കഴിഞ്ഞ തവണ K. മുരളീധരൻ മത്സരിച്ചതിനേക്കാൾ കുറച്ച് വോട്ടിന്റെ കുറവ് മാത്രമേ ശബരിനാഥൻ മത്സരിച്ചപ്പോൾ നേമത്തുണ്ടായിരുന്നുള്ളൂ. ശരത്ചന്ദ്ര പ്രസാദും അത്ര തന്നെ വോട്ട് പിടിച്ചു. ചാത്തന്നൂർ 3ാം സ്ഥാനത്ത് തന്നെയാണ്, കഴിഞ്ഞ തവണ 3ാം സ്ഥാനത്ത് തന്നെയാണ്. പിന്നെ ബാക്കി 30 ഇടങ്ങളിൽ UDFന്റെ വോട്ട് BJPക്ക് കിട്ടിയെങ്കിൽ BJP 2ാം സ്ഥാനത്ത് വന്നതെല്ലാം ഇവരുടെ കരുത്തുകൊണ്ടെന്നാണ് ഈ എം.വി. ഗോവിന്ദൻ പറയുന്നത്. തിരിച്ചു വോട്ട് ചെയ്തു എന്ന് പറയാം. BJPക്കാർ കോൺഗ്രസിന് വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെയും വിശ്വസിക്കാൻ കാരണം 63 സീറ്റിൽ ജയിച്ചിട്ടുണ്ട് കോൺഗ്രസ്. പല മണ്ഡലങ്ങളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷം കണ്ടു കഴിഞ്ഞാൽ 50,000 മുതൽ 55,000 വരെയാണ് ഭൂരിപക്ഷം പറഞ്ഞത്. അതുകൊണ്ട് അങ്ങനെ പറയാം. പക്ഷെ BJPക്ക് വേണ്ടി UDF 30 വോട്ട് ജയിച്ചു മറിച്ചു എന്ന് പറഞ്ഞിട്ട് എന്ത് ഡീൽ ആരോപണം നമുക്ക് ഉന്നയിക്കാൻ പറ്റുക? 3 മാത്രമാണ് ജയിച്ചത്. 3 കോൺഗ്രസിന്റേതായ വോട്ട് പിടിച്ചിട്ടില്ലേ? ശക്തനായ സ്ഥാനാർത്ഥിയല്ലേ കോൺഗ്രസ് നിർത്തിയത്? എവിടെയാണ് ഡീല് പറയാൻ പറ്റുന്ന ഒരു പോരാട്ടം നടന്നത്? ചാത്തന്നൂർ നടന്നു, അതോ കഴക്കൂട്ടത്ത് നടന്നു, അതോ ഇവിടെ നടന്നു, നേമത്ത് നടന്നു? ഈ 3 ശക്തമായ പോരാട്ടം തന്നെയായിരുന്നു. പാലക്കാട് എന്തായിരുന്നു? BJP ആയിട്ട് ശക്തമായ പോരാട്ടത്തിലല്ലേ പിഷാരടി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ചു വന്നത്? മഞ്ചേശ്വരത്ത് UDF സ്ഥാനാർത്ഥി ജയിച്ചത് ശക്തമായ പോരാട്ടത്തിലല്ലേ? തിരുവല്ല കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ചപ്പോൾ BJP ആയിരുന്നു 2ാം സ്ഥാനത്ത് വന്നത്. സിറ്റിംഗ് സീറ്റാണ്. ആ സീറ്റിൽ മാത്യു ടി തോമസ് 3ാം സ്ഥാനത്താണ് പോയി. അപ്പൊ അവിടെയൊക്കെ ഏത് തരത്തിലുള്ള ഡീലാണെന്നും കൂടെ പറയണം. വെറുതെ BJP 30 എടുത്ത് അങ്ങോട്ട് മറിച്ചു, ബാക്കി എല്ലായിടത്തും BJP ഇങ്ങോട്ട് മറിച്ചു എന്ന് പറയാതെ ഏത് മണ്ഡലത്തിലാണ് മറിച്ചത് അതിന്റെ കണക്കടിസ്ഥാനത്തിൽ പറയണം. എങ്കിൽ മാത്രമേ ഈ ന്യായീകരണങ്ങൾ നിലനിൽക്കുള്ളൂ. കൂടാതെ LDF സർക്കാരിന് ജനവിരുദ്ധ വികാരമാണെന്ന് പൊതുജനങ്ങൾക്ക് പൊതുവെ അഭിപ്രായമുണ്ട്. പക്ഷേ അധികാരത്തിൽ കയറി ഒരു 10-15 ദിവസം പോലും തികയാത്ത UDF സർക്കാർ അവർ ജനദ്രോഹപരമായിട്ടുള്ള നിലപാടുകളും അല്ലെങ്കിൽ അഴിമതിയും സ്വജനപക്ഷപാതവും ആണെന്നാണ് എം.വി. ഗോവിന്ദന്റെ നിലപാട്. അല്ല, അത് എം.വി. ഗോവിന്ദൻ ആവർത്തിച്ച് പറഞ്ഞത് പിണറായി വിജയനെതിരെ ഒരു വിമർശനവും വന്നിട്ടില്ല, പാർട്ടി സെക്രട്ടറി വിമർശിക്കപ്പെട്ടില്ല. അതുപോലെ തന്നെ 10 വർഷം ഭരിച്ച പിണറായി സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരം ഇല്ലായിരുന്നു. ഭരണവിരുദ്ധ വികാരം ഇല്ല, ഇത് ആർക്കെതിരെ മോശം അഭിപ്രായം ഇല്ലാത്തതുകൊണ്ടാണ് UDF 102 സീറ്റിൽ ജയിച്ചു വന്നത്. ഈ ജയിച്ചവരുടെയൊക്കെ ഭൂരിപക്ഷം നോക്കൂ. ജനം കിട്ടിയ അവസരത്തിൽ മാറ്റി കുത്തി അവരുടെ പ്രതിഷേധം മൊത്തം അറിയിക്കുന്ന രീതിയിലാണ് വോട്ട് ചെയ്തത്. CPMന്റെ കോട്ടകളല്ലേ തകർന്നു പോയത്? പയ്യന്നൂരും തൃക്കരിപ്പൂരും തളിപ്പറമ്പും അതുപോലെ അമ്പലപ്പുഴയൊക്കെ സിറ്റിംഗ് സീറ്റുകളിൽ എന്ത് വളരെ പിന്നിലാണ്. അതിൽ 3 വിമതരായിട്ട് വന്ന് മത്സരിച്ചവരാണ് ജയിച്ചു വന്നത്. എന്നിട്ടും പറയുന്നത് ഈ രീതിയിലുള്ള വർത്തമാനം പറഞ്ഞാൽ ഇത് എങ്ങനെ മുന്നോട്ട് പോകുമെന്നും കൂടെ ചിന്തിക്കണ്ടേ? അതല്ലാതെ ഡീല് അതുപോലെ തന്നെ മറ്റേ വർഗീയ പരാമർശത്തിന്റെ പിന്നാലെ പോയത് തിരിച്ചടിയായി അങ്ങനെയല്ല. കൃത്യമായ തോൽവി സംഭവിച്ചിട്ടുണ്ട്. ആ തോൽവി പഠിക്കണം, അത് ചെയ്യണം. ഈ സർക്കാരിനെതിരെ ശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു. അതിനെ നേരിടാൻ സർക്കാരിന്റെ കയ്യിലുണ്ടായിരുന്ന ഏക ആയുധം ക്ഷേമ പെൻഷൻ മാത്രമായിരുന്നു. ജനം അത് ഉൾക്കൊണ്ടില്ല, അതാണ് സംഭവിച്ചത്. അല്ല, ആ ക്ഷേമ പെൻഷനിലും നമ്മുടെ CPM നേതാവായ M.M. മണി ഒരു ഡയലോഗ് അടിച്ചിരുന്നു. അതായത് ആ ആനുകൂല്യങ്ങളെല്ലാം പറ്റി അവര് ഇപ്പുറത്തുള്ള പാർട്ടിക്ക് വോട്ട് കൊടുത്തു. അതായത് ആനുകൂല്യങ്ങളെല്ലാം വാങ്ങി കാശ് ഇതാക്കി നക്കിയിട്ട് അങ്ങനെ ഒരു പ്രയോഗമാണ് പറഞ്ഞത്. അപ്പൊ അതിൽ നിന്ന് തന്നെ ഈ CPMനെ ജനങ്ങൾ വിലയിരുത്തി അതിനുള്ള മറുപടി തിരിച്ചു കൊടുത്തു എന്നതാണ് തികഞ്ഞ ഒരു വാസ്തുത. അല്ല, ഈ ഖജനാവിലെ പണമെടുത്ത് ജനങ്ങളുടെ ക്ഷേമ പെൻഷനായി ക്ഷേമ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പദ്ധതി, ആ പദ്ധതി കാലാകാലങ്ങളായി കേരളത്തിൽ നടക്കുന്നുണ്ട്. അതിന്റെ പിണറായി വിജയൻ സർക്കാർ അത് കൂട്ടിയിട്ടുണ്ട്, പെൻഷൻ എമൗണ്ട് കൂട്ടിയിട്ടുണ്ട്, കുടിശ്ശികയില്ലാതെ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇത് ആരുടെ ഔദാര്യമല്ലല്ലോ. പിണറായി വിജയന്റെ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് വരുന്നതോ AK സെന്ററിൽ നിന്ന് കൊണ്ടുവന്നോ കൊടുക്കുന്നതല്ല, സർക്കാരിന്റെ നികുതി പണത്തിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നതാണ്. അതെന്താ ഔദാര്യം കൊടുക്കും പോലെയാണ് ജനത്തിന് മുമ്പ് വെച്ചത്. ഇനി ഞങ്ങളില്ലെങ്കിൽ കിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. എന്താ പുതിയ സർക്കാർ വന്നപ്പോഴും കൊടുക്കുന്നുണ്ട്. ഇതൊരു ക്ഷേമ പെൻഷനും ക്ഷേമ പ്രവർത്തനമാണ്. അത് മുന്നോട്ട് കൊണ്ടുപോകും. അതുകൊണ്ട് മാത്രം ഒരു രാഷ്ട്രീയം പറഞ്ഞ് നിൽക്കാൻ പറ്റില്ല. നിങ്ങൾ പറഞ്ഞു മൂന്നാം തവണയും പിണറായി സർക്കാർ ഞങ്ങളല്ല മറ്റാരുണ്ടെന്ന് പറഞ്ഞാണ് ഇലക്ഷൻ എന്താ. അപ്പൊ ജനങ്ങൾ അത് വിശ്വസിച്ചില്ല. എന്തുകൊണ്ട് വിശ്വസിച്ചില്ല എന്നുള്ള സത്യസന്ധമായ അഭിപ്രായം നിങ്ങൾ അതിൽ നിന്ന് ജനങ്ങളുടെ ഇപ്പോഴത്തെ ഈ പുതുവഴികൾ എന്ന് പറഞ്ഞ വാട്സപ്പ് ഗ്രൂപ്പിലും മെയിലിലും ഒക്കെ വരുന്ന ജനങ്ങളുടെയും പാർട്ടിക്കാരുടെയും കൺസേൺസ് അറിഞ്ഞിട്ട് അതിനനുസരിച്ച് പ്രവർത്തിച്ചു നോക്കൂ. ചിലപ്പോൾ ജനം വീണ്ടും സ്വീകരിച്ചേക്കും.